2008 എന്താണോ എനിക്ക് സംഭവിച്ചത് അത് 2024 ആകുമ്പോഴും ക്യാമ്പസിലെ അതുപോലെ തന്നെ തുടരുന്നു എന്നതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് സിദ്ധാർത്ഥിലൂടെ നമ്മൾ കണ്ടത്. സിദ്ധാർത്ഥിന്റെ കൊലപാതകം അതാണ് കാണിച്ചു തരുന്നത് നമുക്ക് മുന്നിൽ. ഇവർക്ക് പണ്ട് മുതലേ ഉള്ള ഒരു സ്ട്രാറ്റജി ഉണ്ട്. SFI എന്ന് പറയുന്ന സംഘടനയ്ക്ക് പണ്ട് മുതലേ ക്യാമ്പസിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ട്രാറ്റജി ഉണ്ട്. ആ സ്ട്രാറ്റജിയിൽ നിന്ന് തെല്ലും മാറാതെ ഒന്നുകൂടി തീവ്രത കൂട്ടിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് 2024 ആകുമ്പോഴേക്കും നടക്കുന്നത് എന്നത് മാത്രമാണ് ഇതിലുള്ള ഒരു വ്യത്യാസം. അത് ചിലപ്പോ മറ്റ് വിദ്യാർത്ഥി സംഘടനകള്, കുറച്ചുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ വർഗീയ സ്വഭാവമുള്ള സംഘടനകളെ പ്രവർത്തകരെ ഒരു പക്ഷേ SFIയിലേക്ക് നുഴഞ്ഞു കയറിയത് കൊണ്ടായിരിക്കാം ആ ഒരു മാറ്റം മാത്രം പ്രകടമാകുന്നത്. ആ മാറ്റം ഇത്രയേ ഉള്ളൂ: ആക്രമിക്കുന്ന സമയത്ത് അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തിയുടെ പൂർണ്ണമായിട്ടും നഗ്നനാക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടേതാവുന്ന വസ്ത്രങ്ങള് വലിച്ചു ഊരി വിദ്യാർത്ഥികളുടെ മധ്യത്തിൽ കൊണ്ടുവന്ന് ആക്രമിക്കുന്ന ഒരു പ്രവണത അത് 2008 നമുക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്ന അക്രമങ്ങളിലെല്ലാം തന്നെ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യുമ്പോഴായാലും അല്ലെങ്കിൽ അതിന്റെ വിദ്യാർത്ഥി സംഘടന SFI ചെയ്യുമ്പോഴാണെങ്കിലും വേറെ കുറച്ച് വർഗീയ സംഘടനകൾ ചെയ്യുമ്പോഴാകുമ്പോഴും ആ ഒരു മോഡസ് ഓപ്പറേഷൻ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു. ആ ഒരു വ്യത്യാസം കാണുന്നുണ്ട്. ബാക്കി എല്ലാ സ്ട്രാറ്റജിക്കും 2008 എന്താണോ നടന്നത് അതിന് സമാനമാവുന്ന നടപടി അല്ലെങ്കിൽ അതിന് അനുസൃതമാവുന്ന ടാക്ടിക്സ് തന്നെയാണ് 2024 നടക്കുന്നത്. വേറെ ഒന്നുമില്ല. സംഘടനാ പ്രവർത്തനം നടത്തുന്ന അല്ലെങ്കിൽ ക്യാമ്പസില് നല്ലതുപോലെ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ SFI അവരെ ടാർഗറ്റ് ചെയ്യും. അവനെ അടിക്കുന്നതിന് മുന്നോടിയായിട്ട്, അവനെ മർദ്ദിക്കുന്നതിന് മുന്നോടിയായിട്ട് അവനെ ചുറ്റിപ്പറ്റിക്കൊണ്ട് ആരെ കൊണ്ടെങ്കിലും ഒരു പരാതി കൊടുപ്പിക്കും. അത് കുറച്ചു ദിവസം സൈലന്റ് ആക്കി വെക്കും. ആ വെക്കുന്ന സമയത്ത് അവരുദ്ദേശിച്ച പോലെ, ഇവിടെ സൈക്കോളജിസ്റ്റ് സൂചിപ്പിച്ച ഒരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികൾ കടന്നു വരുന്ന സമയത്ത് അവർ മൈനർ ആയിരിക്കും. അങ്ങനെ മൈനർ ആവുന്ന ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികളെ കൊണ്ട് അവിടുത്തെ ഫൈനൽ ഇയർ വിദ്യാർത്ഥികളുടെ സഹായത്തോടു കൂടി ഒന്നാം വർഷ വിദ്യാർത്ഥികളെ കൊണ്ട് തന്നെ അവിടുത്തെ ഇതര സംഘടനയിലെ മറ്റുള്ള പ്രവർത്തകരെ ആക്രമിച്ച് അത്തരത്തിലൊരു ഗുണ്ടാ സംവിധാനം ഉണ്ടാക്കുന്ന ഒരു പ്രവണത അത് 2008 മുതൽ 2024 ക്യാമ്പസുകളിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ്. അപ്പൊ അങ്ങനെ അവരൊരു പരാതി സൃഷ്ടിച്ച് അത് സൈലന്റ് ആക്കി വെക്കും. ആ സമയത്ത് അവരുദ്ദേശിച്ച വ്യക്തിനെ ഈ പറഞ്ഞ ഫസ്റ്റ് ഇയറിന്റെയും കൂടെ അവരുടെ മുതിർന്ന സഹപ്രവർത്തകരുടെയും സഹായത്തോടു കൂടിയിട്ട് ആക്രമിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവന് പരിക്ക് പറ്റും. അവനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും. അഡ്മിറ്റ് ചെയ്ത സമയത്ത് കേസ് വരും SFIക്കാർക്ക്. ആ സമയത്ത് SFI മുൻകൂട്ടി തയ്യാറാക്കിയിട്ടുള്ള പരാതി അവരെ മെല്ലെ ടേക്കപ്പ് ചെയ്യും. ആ പരാതിയുടെ അടിസ്ഥാനത്തിലെ അടികൊണ്ടവനും സമാനമായിട്ടുള്ള ഇത്തരത്തിലെ ഒരു കേസ് നിലവിൽ വരും. അങ്ങനെ വരുന്ന സമയത്ത് കുറച്ചു ദിവസം അതുമായി ബന്ധപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കേസുകളുമായിട്ട് പോലീസ് സ്റ്റേഷനിലും കോടതിയിലും കയറി ഇറങ്ങുന്ന സമയത്ത് ആ കേസുകൾക്ക് ഒത്തുതീർപ്പുണ്ടാവും. ഈ ഒരു തന്ത്രം SFIക്കാർ ക്യാമ്പസിൽ നടപ്പിലാക്കി തുടങ്ങിയിട്ട് കാലം കുറയായി. അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇപ്പൊ ഇവിടെയും നടന്നത്. ഇത് പുറത്തേക്ക് വരാനുണ്ടായ കാരണം ഈ സിദ്ധാർത്ഥ് കൊല്ലപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. സിദ്ധാർത്ഥിനെ പോലെ ഇത് ക്യാമ്പസുകളിൽ അനുഭവിക്കുന്ന ഇഷ്ടം പോലെ വിദ്യാർത്ഥികള് ഇന്ന് ക്യാമ്പസുകളിൽ പറയാൻ മടിച്ചുകൊണ്ട് പേടിച്ചുകൊണ്ട് അവര് നടക്കുന്നുണ്ട്. അവരവിടെ പഠിച്ച് എങ്ങനെയെങ്കിലും മുഴുവനാക്കിക്കൊണ്ട് പുറത്തേക്ക് കടക്കുന്നുണ്ട് എന്നുള്ളത് കൂടി പൊതുസമൂഹത്തിനോട് ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്.